അടുത്തിടെ പുറത്തിറങ്ങിയ ചില സിനിമകളും സോഷ്യൽ മീഡിയ ചർച്ചകളും വീണ്ടും ഒരു വലിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഹിന്ദുക്കൾക്ക് ബീഫ് കഴിക്കാമോ എന്ന ഒരു ചോദ്യം ഭാരതത്തിൽ നിന്നും വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെക്കുന്നൊരു വിഷയമാണ്. ഉത്തരേന്ത്യയിൽ ഇതൊരു വലിയൊരു പാപമായിട്ട് കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ സ്ഥിതി എന്താണ്? ഒരു വിശ്വാസമാണോ അതോ ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സേതുലാൽ. എൻ്റെ ഒരു ചെറിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ പകുതിയിലധികം ഏകദേശം 56% ഹിന്ദുക്കളും സസ്യാഹാരികളല്ല. അതിശയകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഏകദേശം 45% ബ്രാഹ്മണരും മാംസാഹാരം കഴിക്കുന്നവരാണ് എന്നതാണ്. അപ്പോൾ യഥാർത്ഥ ഹിന്ദു സസ്യാഹാരിയാണെന്ന വാദം എവിടെ നിന്നാണ് വന്നത്? കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാംസാഹാരം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൽ ബീഫ് എന്നത് വെറും ഒരു ഭക്ഷണമല്ല, അതൊരു വികാരമാണ്. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ വലിയ വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിൽ ഭീഷ്മർ അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും യജ്ഞങ്ങൾക്കായി മന്ത്രപൂർവ്വം തയ്യാറാക്കിയിട്ടുള്ള മാംസം ശുദ്ധമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മനുസ്മൃതിയിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും മാംസാഹാരത്തെക്കുറിച്ച് സൂചനകളുണ്ട്. വനവാസകാലത്ത് പാണ്ഡവർ വേട്ടയാടി മൃഗങ്ങളുടെ മാംസം കഴിച്ചിരുന്നതായിട്ട് വനപർവ്വത്തിൽ പറയുന്നു. ശ്രീരാമനും കൃഷ്ണനും മാംസം കഴിച്ചിരുന്നതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ തൻ്റെ രചനകളിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് മാംസാഹാരം കഴിക്കുന്നത് മതം നശിപ്പിക്കുമെന്ന ആ ചിന്ത പണ്ടുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. മാംസം അശുദ്ധമാണെങ്കിൽ എന്തിനാണ് പല ക്ഷേത്രങ്ങളും ഇത് പ്രസാദമായി നൽകുന്നത്? ബംഗാളിലെ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തിലും കാമാഖ്യ ക്ഷേത്രത്തിലും മത്സ്യം നിവേദ്യമാണ്. തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളിൽ ചിക്കൻ ബിരിയാണി പ്രസാദമായി നൽകുന്നു. എന്നിനേറെ പറയുന്നു, കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ മീൻ നൈവേദ്യമായി സമർപ്പിക്കുന്നത് നമുക്കറിയാമല്ലോ. ഇതെല്ലാം കാണിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളിലെ വലിയ വൈവിധ്യത്തെയാണ്. എപ്പോഴാണ് മാംസാഹാരം അശുദ്ധമായത്? BC 5-ാം നൂറ്റാണ്ടിൽ ജൈന ബുദ്ധമതങ്ങൾ അഹിംസയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയപ്പോൾ ആത്മീയ മേന്മ തെളിയിക്കാൻ ഹൈന്ദവ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർ സസ്യാഹാരം സ്വീകരിച്ചു തുടങ്ങി. സസ്യാഹാരം എന്നത് ഒരു സാമ്പത്തിക പദവിയായി മാറി. ഡോക്ടർ BR അംബേദ്കർ തൻ്റെ നിരീക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാംസാഹാരം കഴിക്കുന്നതും കഴിക്കാത്തവരും എന്ന വേർതിരിവാണ് പിന്നീട് ജാതീയമായ ഐക്യത്തിന് കാരണമായത്. ദരിദ്രരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ പ്രോട്ടീൻ ലഭിക്കാൻ മാംസാഹാരം അത്യാവശ്യമായിരുന്നു. ഇന്നത്തെ കാലത്ത് ബീഫ് എന്നത് വെറും ഒരു ഭക്ഷണമല്ല, അതൊരു രാഷ്ട്രീയ ആയുധമാണ്. ഉത്തരേന്ത്യയിൽ ബീഫിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊള്ളുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതേ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ബീഫിനെതിരെ സംസാരിക്കാറില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ടിനായി പല നേതാക്കളും ബീഫ് പ്രശ്നമല്ലെന്ന് പറയുന്നത് നാം കേട്ടിട്ടുണ്ട്. അതായത് ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് വോട്ടിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ധ്രുവീകരണമാണ്. ചുരുക്കത്തിൽ എന്ത് കഴിക്കണമെന്നത് ഒരാളുടെ വ്യക്തിപരമായ അവകാശമാണ്. സസ്യാഹാരം കഴിക്കുന്നത് പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷേ അത് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ മതം നശിപ്പിക്കാനുള്ള ആയുധമാക്കരുത്. ഇന്ത്യയുടെ സൗന്ദര്യം അതിൻ്റെ വൈവിധ്യത്തിലാണ്. ഒരു സിനിമയോ രാഷ്ട്രീയ പ്രസംഗമോ നിങ്ങളുടെ അയൽക്കാരനുള്ള സ്നേഹത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.